നല്ല രസമില്ലേ ഡ്രസ്സ് കാണാനായിട്ട്? ഡ്രസ്സ് കൊള്ളാം. ആ കൊച്ചിന്റെ സ്റ്റെപ്പും. അടുത്ത ഫോട്ടോ ഇട്. നല്ല മേക്കപ്പും ആയിരുന്നു. പക്ഷെ ഈ കൊച്ചിന് എത്ര രൂപയെന്നറിയോ കൊച്ചിനെ ഡാൻസിന് മേക്കപ്പ് ചെയ്തതിന് ഒരാള് വാങ്ങിച്ചത്? 2000 രൂപ. പക്ഷെ മേക്കപ്പും കൂടെ നിനക്കങ്ങ് ചെയ്തൂടെ? എനിക്കാണെങ്കിൽ തരത്തില്ലല്ലോ, അതല്ലേ നമ്മൾ ചോദിച്ചാൽ 2000 രൂപ വെറുതെ ഒരുക്കി തരാം. ഈ 2000 ഒക്കെ മേടിച്ച് ഇവിടെ ഇങ്ങനെ ഒതുങ്ങിക്കൂടേണ്ടവളല്ല ലില്ലിമോളെ. ഈ ഡാൻസ് ക്ലാസ്സിൽ ഇങ്ങനെ വെറുതെ ജീവിതം ഹോമിക്കല്ലേ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നീയേ, ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത നിയമസഭ ഇലക്ഷനിൽ ഭരണം നമ്മുടെ കൈവേളയിലോട്ട് വരും. വന്നു കഴിഞ്ഞാൽ നിന്നെ ഫോക്ലോറിലോ ഏതെങ്കിലും കലാകായിക സമിതിയുടെയോ അതിൻ്റെ തലപ്പത്ത് ഇരുത്താനാണ് എൻ്റെ പ്ലാനിങ്. കേട്ടാ? അവിടെ ഇരുന്ന് ഇങ്ങനെ ഗമയിൽ അങ്ങോട്ട് ഇരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണം നീ. എന്റെ പൊന്ന് ക്ലീറ്റോ ചേട്ടാ, എനിക്കൊന്നും വേണ്ട. ക്ലീറ്റോ ചേട്ടൻ ഏതെങ്കിലും സ്ഥാനത്ത് കയറിയിരിക്കും. നാണം കെട്ട് മടുത്ത്, അതുകൊണ്ട് പറയുക. എന്തിനു നീ അങ്ങനെ പറയണേ? എനിക്കിപ്പോ ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നാ നീ പറയണേ? എന്റെ ഈ രണ്ട് സൈഡിലും തലയ്ക്കും മീതെ ഉത്തരവാദിത്തങ്ങൾ കിടക്കുകയാണ്. പക്ഷെ ഞാൻ പുറത്ത് കാണിക്കാം. അങ്ങനെ ആയിരിക്കണം ഒരു പൊതുപ്രവർത്തകൻ. വരൂ. നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തോട്ട്. എനിക്ക് അവനോട് ചില കാര്യങ്ങൾ സംസാരിക്കണം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അറിയാൻ പറ്റാത്ത എന്ത് കാര്യം? എടേ, എൻ്റെ പെങ്ങള് കേൾക്കാൻ പാടില്ലാത്ത ഒരു കാര്യവും ആരും എന്നോട് പറയണത് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അത് ഞാൻ പറയാം. ഇവര് കേൾക്കുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല. ഒരു മര്യാദയുടെ ഭാഗമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ആയിക്കോട്ടെ, അവരോട് കേൾക്കണോ ഒരു എണ്ണക്ക് നല്ലത്. കേൾക്കട്ടെ. അത്ര മോശപ്പെട്ടത്. നീ തങ്കത്തിന്റെ പേരും പറഞ്ഞ ആരെങ്കിലും കയ്യിൽ പൈസ വെച്ചിട്ടുണ്ടോ? തങ്കത്തിന്റെ പേരും പറഞ്ഞ് നീ ആരുടെങ്കിലും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടോ? തങ്കത്തിന്റെ പേര് പറഞ്ഞ പൈസ കിട്ടുമോ? തങ്കം പൈസ കിട്ടില്ലേ? നീ തമാശയൊക്കെ വിട്, കാര്യത്തിന് ഉത്തരം പറയാം. എടേ, സ്ട്രെയിറ്റ് ആയിട്ട് ചോദിച്ചു. സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പൊ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഉത്തരം പറയും. ഇങ്ങനെ വളഞ്ഞു ചുറ്റി പറയാറേ. പറ, കാര്യം പറ. എന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ആരുടെങ്കിലും കയ്യിൽ നിന്ന് പൈസ മേടിച്ചോന്നാ ചോദിക്കണേ. ചന്ദ്രന്റെ കേസല്ലേ നിങ്ങൾ പറയണേ? അല്ലേ? ചന്ദ്രനും ഞാനും തമ്മിൽ പല ബന്ധങ്ങളും ഉണ്ട്, പല ഇടപാടുകളും ഉണ്ട്. ഇന്ന് തന്നെ ഞാനും ചന്ദ്രനായിട്ട് കാണുമ്പോൾ ചന്ദ്രൻ്റെ കയ്യിൽ മിക്സറുണ്ട്, അച്ചാറുണ്ട്, സോഡയുണ്ട്. അപ്പം തന്നെ മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അവൻ പലതും പറയും. അത് സ്വാഭാവികമാണ്. അതും കേട്ടിട്ട് ആങ്ങളെ മകളെ കൂടെ എന്നെ തൂക്കിക്കൊല്ലാൻ വന്നേക്കണാണ്. വേണ്ട. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒറ്റ കാര്യം എനിക്ക് പറയാനുണ്ട്. ഇവളുടെ പേരും പറഞ്ഞ് ഇനി നീ ആരെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങുകയോ അതിന്റെ പേരിൽ ആരെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചു വരികയോ ചെയ്ത അപ്പൊ നീ എന്നെ അറിയും. ഞാനും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ നീ ആരാണെന്ന്? നീ അറിയും. നിനക്കറിയില്ലെങ്കിൽ കാര്യങ്ങളും കേട്ടിട്ട് എങ്ങനെ എന്റെ അടുത്ത് ഒന്ന് ചൂടാവല്ലേ രമണ? കഷ്ടം തന്നെ മുതലാളി. ചന്ദ്രന്റെ കാര്യവും പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നു. ചന്ദ്രൻ ആരാന്നറിയാമോ? ആദ്യം അവൻ ചന്ദ്രൻ ആരാന്നറിയണ്ടേ? മതി പോയി.